സ്വാഗതം. ഇന്നൊരു ചെറിയ സർപ്രൈസും വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ ബ്രദർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്നുണ്ട്. 8 മാസത്തിന് ശേഷം ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ സർപ്രൈസ് പേരൻസിന് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ഓർത്തു. അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവൻ ഇതുപോലെ ഒരു കുറേ നാൾക്ക് ശേഷം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പപ്പയ്ക്ക് മമ്മിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങളെല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ 2 സിസ്റ്റേഴ്സും 2 അളിയന്മാരും 2 കുഞ്ഞുങ്ങളും കൂടി ചേർന്ന് അവനെ പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പം രാവിലെ 3 മണിക്കാണ് അവൻ ലാൻഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ വൈകിട്ടേ ഇറങ്ങി. അപ്പം എൻ്റെ ഒരു സിസ്റ്ററിനെയും ബ്രദറും കുഞ്ഞും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടി പിക്ക് ചെയ്തിട്ട് ഒരുമിച്ച് പോകാമെന്ന് ഓർത്തു. അപ്പം സിസ്റ്ററിൻ്റെ വീടെത്തി. അപ്പം സിസ്റ്ററിനെയും ബ്രദറിനെയും കുഞ്ഞിനെയൊക്കെ ഞങ്ങൾ ഒരുമിച്ചങ്ങ് പോകാമെന്ന് ഓർത്തു. പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തെടുത്ത് പോകാം. ഹായ്. അങ്ങനെ സിസ്റ്ററും ബ്രദറും എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ടേ. ഒന്ന് ചിരിച്ചാലും ഗൗരവ. ഹരണച്ച ഒരു ഹായ് പറഞ്ഞോ. ഇത് ഞങ്ങളുടെ പൊന്നുമോള്. ഹായ്. മോർണിംഗ് 3:15 ഞങ്ങൾ എയർപോർട്ടിലെത്തി. അച്ചു ആണെങ്കിൽ 3 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ അപ്പം തന്നെ വിളിച്ചു. പിന്നെ നൈറ്റ് ഡ്രൈവ് ചെയ്യേണ്ടതുകൊണ്ട് തലേദിവസം തന്നെ നമ്മൾ ഒരു റൂം എടുത്ത് അവൻ വരുന്ന സമയമാകുമ്പം വരാമല്ലോ എന്ന് ഓർത്തൊന്ന് ഫ്രഷൊക്കെ ആയി. അപ്പോൾ അവൻ വിളിച്ചപ്പം തന്നെ പിള്ളേരൊക്കെ ഇന്നിട്ട് അവനെ കാത്ത് നിൽക്കുക. പക്ഷേ ഞങ്ങൾ വന്നിട്ടും അവന് ഇറങ്ങാൻ പറ്റിയില്ല. ചെക്കിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അവന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് അച്ചി എത്തി. ഞങ്ങളെല്ലാവരും കൂടി കണ്ട് ഞെട്ടിയും തോന്നുന്നു. ഞങ്ങൾ വീട്ടിലെത്തി. ഇനി അച്ചുവിനെ അവിടെ ഒളിപ്പിക്കാൻ വേണ്ടിയുള്ള വഴികളൊക്കെ നോക്കും. അങ്ങനെ വണ്ടിയുടെ സൈഡിലോട്ട് അവനെ ഒളിപ്പിച്ചു. പൊന്നു ഇതെല്ലാം നോക്കി വെച്ചേക്കുവാണ്. ഇങ്ങനെ പപ്പയും മമ്മിയും കൂടി പുറത്തോട്ട് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു പണിയിലാണ്. അയ്യോ എനിക്ക് ഇവൻ വന്നപ്പോഴേ അറിയാം. ഇവൻ പറയുന്നത് 2 ദിവസം എന്നെ വിളിക്കല്. അയ്യോ എന്നാലും നിങ്ങളൊരു വാക്ക് പറഞ്ഞു. ഇവളെങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു അറിയാതെ വന്നത് എന്നാലും ഞാൻ പറഞ്ഞു വരത്തില്ല. അയ്യോ ഇവരെല്ലാം കൊണ്ടുവരാൻ പോയല്ലോ. എപ്പോ വന്ന് ഇതാകുമ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. ഞാൻ വരുന്ന പോലെ ഇതാണ് രസം. പൊന്നു പറഞ്ഞ അച്ചു പോയിരിക്കുന്നു. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. മമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ ചെറിയ ഒരു സർപ്രൈസ് കൊടുത്തു. പക്ഷേ ഇടയ്ക്ക് സിസ്റ്ററിൻ്റെ കുഞ്ഞ് അവൾ പെട്ടെന്ന് അച്ചു ഇങ്ങ് വാ കാറിൻ്റെ ബാഗിൽ ഒളിച്ചിരിക്കുമായിരുന്നേ. അപ്പം ഇങ്ങ് വാന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് മനസ്സിലായി. എന്നാലും അവൻ വന്ന ഒരു ഹാപ്പിനെസ് അവർക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.